രാമായണ കഥയിൽ ഒരു കൂട്ടം വാനരന്മാർ സുഗ്രീവൻ എന്ന ഒരു നേതാവിൻ്റെ കീഴിൽ ഉള്ള ഒരു ചെറിയ സംഘം ഒരു കാട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ രണ്ട് മനുഷ്യരെ അവിടേക്ക് കടന്നു വരുന്നു, ശ്രീരാമനും ലക്ഷ്മണനും. ഇവരെ കണ്ടതോടുകൂടി വാനരന്മാർ ഭയക്കുകയും അവർ ഉയർന്ന സ്ഥലത്തേക്ക് മാറി ചാടിക്കേറി ഇവരെ നിരീക്ഷിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് അവരെ ഒരു ഡേഞ്ചർ മനസ്സിലാക്കുമ്പോൾ അവർ ഉയർന്ന സ്ഥലത്തേക്ക് പോയി ഇവരെ സ്കോപ്പ് ചെയ്യുന്നു. ഇത് വാസ്തവത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഐവറി കോസ്റ്റ് എന്നുള്ള രാജ്യത്ത് ചിമ്പൻസികളിൽ നടത്തിയ ഒരു പഠനത്തിൽ പല ഗ്രൂപ്പുകളായിട്ട് നിൽക്കുന്ന ചിമ്പൻസികൾ പരസ്പരം പലപ്പോഴും കൂട്ടിമുട്ടാറുണ്ട്. പലപ്പോഴും അവർ ടെറിട്ടറിക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിൻ്റെ സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംശയമുണ്ടോ എന്നൊക്കെ വരുമ്പോൾ ഇവർ ഉയർന്ന സ്ഥലത്തിലേക്ക് പോയിട്ട് നിരീക്ഷിക്കുന്നുണ്ട്, ചുറ്റും നിരീക്ഷിക്കുന്നു. ഇതൊരു യുദ്ധതന്ത്രമായിട്ട് നമുക്ക് ഇന്ന് ആധുനിക സൈന്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാം. ടേക്കിംഗ് ദ ഹയർ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു വാൻറ്റേജ് പൊസിഷൻ എടുക്കുക എന്നുള്ളത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു മിലിറ്ററി ടാക്ടിക്കാണ്. ഭാരതം വളരെ വർഷങ്ങളായിട്ട് സിയാച്ചിൻ ഗ്ലേഷ്യറിൽ യുദ്ധം നടത്തുന്നുണ്ട്. ഒരു വാൻറ്റേജ് പോയിന്റിനെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ യുദ്ധം. വളരെ വിലപ്പെട്ട ഒരു പ്രദേശമാണത്. അതിനുവേണ്ടി നമുക്ക് വളരെ വില കൊടുത്തുള്ള ഒരു യുദ്ധം നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു വാൻറ്റേജ് പോയിന്റ് നഷ്ടപ്പെടാതിരിക്കാൻ. അത് രാമായണത്തിൽ പ്രതിപാദിക്കുന്നതിൽ അത്ഭുതമില്ല. ഇത് ചിമ്പൻസികളിൽ പോലും കാണുന്നതാണ്. പക്ഷെ നമ്മളിന്ന് ചിന്തിക്കുന്നത് ആരാണ് ഈ വാനരന്മാര് എന്നുള്ള കാര്യം. വാനരന്മാര് എന്ന് പറയുന്നത് പൊതുവെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒരു കുരങ്ങന്മാരുടെ ഒരു വർഗം, ഒരു റേസ് ഓഫ് മങ്കീസ് എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ രാമായണത്തിൽ നോക്കിയാൽ പോലും പറയുന്നത് ഇവര് ബലിഷ്ഠന്മാരായിരുന്നു. വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡാണ് ഈ വാനരന്മാർക്കുള്ളത്. ഇവര് നല്ല രീതിയിൽ ഭാഷ സംസാരിച്ചിരുന്നു. ഹനുമാന്റെ സംസാരം ആദ്യമായിട്ട് കേട്ടിട്ട് ശ്രീരാമൻ പോലും അത്ഭുതപ്പെടുന്നുണ്ട്. ഇത്ര സംസ്കാരത്തോടുകൂടി ഭാഷ സംസാരിക്കുന്ന വേറൊരാളിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് ശ്രീരാമൻ പറയുന്നത്. മാത്രമല്ല ഇവര് ലാർജ് സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാൻ വിദഗ്ധരായിരുന്നു. ശ്രീരാമന് ലങ്കയിലേക്ക് പോകാൻ കടൽ വഴി ഒരു പാലം നിർമ്മിക്കാൻ, അതും ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണ് നിർമ്മിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിന് സഹായിച്ചത് ഈ വാനരന്മാരാണ്. ഈ വാനരന്മാർക്ക് വലിയ രീതിയിലുള്ള ഒരു സാമൂഹിക ഘടനയുണ്ടായിരുന്നു. ഇവര് കിഷ്കിന്ധ എന്നുള്ള ഒരു നഗരത്തിൽ ഇവരുടെ ക്യാപിറ്റലായിട്ടുണ്ട്. അവിടെ രാജാവുണ്ട്, മന്ത്രിമാരുണ്ട്. അവര് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. ആ രീതിയിൽ ഒരു മോഡേൺ മനുഷ്യ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ വാനരന്മാരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവർക്ക് ഒരു വാലുണ്ട് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. കാരണം ഈ വാനര പുരുഷന്മാർക്കാണ് വാലുള്ളത്, സ്ത്രീകൾക്ക് വാലില്ല. അതൊരു ബയോളജിക്കലി ഒരു പ്രശ്നം തന്നെയാണ്. എങ്ങനെയാണ് ഒരു സെക്സിന് മാത്രം വാലുണ്ടാകുന്നത്? അതുകൊണ്ട് തന്നെ ഇത് അവരുടെ എന്തെങ്കിലും ഒരു ഉപകരണമായിരിക്കാം. വാലെന്നുള്ളത് ചിലപ്പോൾ കയറ് അരയിൽ ചുറ്റി നടക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ ചിലര് വീക്ഷിക്കുന്നുണ്ട്. ഇവർക്ക് ഇല്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കൃഷി ചെയ്യുന്നില്ല. ഇവർ വനവാസികളാണ്. അതുകൊണ്ടാണ് വാനരൻ, വനത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എന്നുള്ള അർത്ഥത്തിൽ ആ പദം തന്നെ കൊടുത്തിരിക്കുന്നത്. കൃഷി ചെയ്തല്ല ജീവിക്കുന്നത്. ഇവര് വനത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ജീവിതം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റി, ലാംഗ്വേജ്, ടെക്നോളജി എല്ലാം ഉൾപ്പെടെ നിലനിർത്തി പോകുന്നിരുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു കാര്യമാണ് വാനരന്മാരെ പറ്റി പറയുന്നത്. ഇതൊരു ചെറിയ സമൂഹമായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. കാര്യം ഇവര് കാണുന്നത് പ്രത്യേക സ്ഥലത്ത് മാത്രമാണ്. നമുക്ക് ഈ കഥ മാറ്റിവെക്കാം. ഇതൊരു ആരുടെയോ ഭാവനയിൽ ഉണ്ടായിട്ടുള്ള ഒരു കഥയാണെന്ന് വയ്ക്കാം. അവര് ചില വനവാസികളായിട്ടുള്ള ട്രൈബൽസിനെ ഉദ്ദേശിച്ചായിരിക്കാം അവരെ വാനരന്മാരെന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇതിനെ മാറ്റിവെച്ചിട്ട് മനുഷ്യ സമൂഹത്തിൽ ഇത്തരം വേറെയും ഇൻസ്റ്റൻസസ് ഉണ്ടോ, ഇതുപോലുള്ള ചില എക്സാമ്പിൾസ് ഇതിനു മുമ്പും നിലനിന്നിരുന്നോ എന്നുള്ളത് നോക്കാം. അപ്പോഴാണ് നമുക്ക് നിയാന്ത്രതാൽ എന്നുള്ള ഒരു ഹ്യൂമൻ സ്പീഷീസിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നത്. നിയാന്ത്രതാൽസിനെ കുറിച്ച് പറയുന്നത്, നിയാന്ത്രതാൽസ് ഏതാണ്ട് 5 ലക്ഷം 4 ലക്ഷം വർഷങ്ങൾ മുതൽ 30,000
വർഷങ്ങൾ വരെ ജീവിച്ചിരുന്ന ഒരു സ്പീഷീസ് ആയിരുന്നു. ഒരു ഹ്യൂമൻ ഹോമിനിൻ സ്പീഷീസ്, അല്ലെങ്കിൽ ഒരു ആർക്കിക് ആയിട്ടുള്ള വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ഹ്യൂമൻ സ്പീഷീസ് ആയിരുന്നു. നിയന്ത്രതാൽസിന്റെ ലക്ഷണങ്ങളിൽ പറയുന്നത് അവർ റോബസ്റ്റ് ബലിഷ്ഠന്മാരായിരുന്നു. റോബസ്റ്റ് ബിൽറ്റും, നമ്മൾ സാധാരണ കരുതിയിരുന്നത് അവർ ഒരു പ്രിമിറ്റീവ് ഇന്റലിജന്റ് അല്ലാത്ത, ഭാഷയില്ലാത്ത ഒരു പ്രിമിറ്റീവ് സ്പീഷീസ് ആയിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇന്ന് ഈ അടുത്ത കാലത്ത് വളരെ വന്ന ധാരാളമായിട്ടുള്ള പഠനങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ഓടിച്ചു പോകാം. ഇവര് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് അല്ല, ആനിമൽസിനെ പോലെ പെരുമാറുന്ന ഒരു സ്പീഷീസ് അല്ല. അടുത്ത കാലത്ത് വന്ന ഒരു പഠനം ഡൗൺസ് സിൻഡ്രം ഉള്ള ഒരു കുട്ടിയെ, നിയന്ത്രതാൽ കുട്ടിയെ കണ്ടെത്തുകയുണ്ടായി. ആ കുട്ടി ഈ ഒരു നിയന്ത്രതാൽ സമൂഹത്തോടൊപ്പം ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ഡൗൺ സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെന്റൽ റിട്ടാർഡേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. കുറച്ച് ബുദ്ധി അത്ര വികസിക്കുന്നില്ല ഇത്തരം ഈ ഒരു പ്രശ്നമുള്ള ആൾക്കാരിൽ. അപ്പം ഇത്തരമുള്ള ആൾക്കാരെ കൂടി സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന സമൂഹങ്ങളായിരുന്നു എന്നൊരു പഠനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവര് പ്രിമിറ്റീവ് അല്ല, ഇവർ ടെക്നീഷ്യൻസ് ആയിരുന്നു. ഇവർ പലതരത്തിലുള്ള അഡ്വാൻസ്ഡ് സ്റ്റോൺ ടൂൾസ് മാത്രമല്ല, മരം കൊണ്ടുള്ള പല ടൂൾസും ഉണ്ടാക്കിയിരുന്നു. എന്ന് മാത്രമല്ല, മരവും സ്റ്റോണും യോജിപ്പിക്കാൻ വേണ്ടി ഉള്ള പശകൾ ഇവർ നിർമ്മിച്ചിരുന്നു. അത് നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയിലെ വലിയൊരു വഴിത്തിരിവാണ്. ഈ സ്റ്റോൺ ടൂൾസും വുഡും ഒരുമിപ്പിക്കുക, അതിനെ ഹാഫ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ അത് ഒരുമിപ്പിക്കാൻ അന്ന് യൂസ് ചെയ്തിരുന്ന വലിയൊരു ടെക്നോളജിയാണ് പലതരത്തിലുള്ള ഗംസ് ഉണ്ടാക്കിയെടുക്കുക. അത് നാച്ചുറലായിട്ട് കിട്ടുന്ന ഗംസ് അല്ല, നാച്ചുറലായിട്ട് കിട്ടുന്ന ബൈറ്റുമൻ പോലുള്ള ചില കാര്യങ്ങളെ മറ്റു മിനറൽസ്, റെഡ് ഓക്കർ പോലുള്ള മിനറൽസുമായിട്ട് പ്രത്യേക റേഷ്യോയിൽ മിക്സ് ചെയ്ത് പലപ്പോഴും അത് ഓക്സിജന്റെ അഭാവത്തിൽ ഹീറ്റ് ചെയ്തൊക്കെ നിർമ്മിക്കുന്ന പശകളാണ്. അപ്പോൾ ഇത് നിർമ്മിക്കണമെങ്കിൽ ഇത് നമുക്ക് വളരെ സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ, വിദ്യകൾ നമുക്ക് അവിടെ പ്രയോഗിക്കേണ്ടി വരും. ഇത് പ്രിമിറ്റീവായിട്ടുള്ള, വളരെ അൺഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസിന് ചെയ്യാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. മാത്രമല്ല, ഇവരുടെ സമൂഹങ്ങൾ നിലനിന്നിരുന്നതിൽ അന്ന് ഒരു വെറും ആനിമൽ സൊസൈറ്റി ആയിട്ടല്ല, ഒരു മനുഷ്യ സൊസൈറ്റി ആയിട്ട് നിലനിന്നിരുന്നു. ഫാമിലീസ് ഇവരെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്നുള്ളതിനും തെളിവുകൾ ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടുണ്ട്. ഇവര് വലിയ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചിരുന്നു. ആനകളുടെ, അന്ന് നിന്നിരുന്ന മസ്റ്റഡോൺ പോലുള്ള വലിയ ഭീമാകാരമായിട്ടുള്ള മൃഗങ്ങളെ ഇവര് കൂട്ടത്തോടെ ചെന്ന് ആക്രമിച്ച് അതിനെ ഭക്ഷിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. അപ്പോൾ ഇവരൊരു സമൂഹമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഇത്തരം സമൂഹമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിനൊരു നേതൃത്വം വേണം, തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നല്ല രീതിയിൽ എന്നുള്ളതെല്ലാം അത്യാവശ്യമാണ്. ഇന്നൊരു മോഡേൺ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയത്, ഇവര് ചെറിയ തോണികൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതിൽ ഒരുമിച്ച് കടൽ മാർഗം സഞ്ചരിക്കാൻ കഴിവുള്ളവരായിരുന്നു. അങ്ങനെ കടൽ മാർഗം പലയിടത്തും എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കാര്യം, ഇപ്പൊ തോണികൾ നിർമ്മിക്കുക, കടലിൽ കൂടെ വളരെ ദൂരം സഞ്ചരിക്കുന്ന തോണികൾ നിർമ്മിക്കുക എന്നുള്ളത് തന്നെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അതിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതും കൂട്ടായ പ്രവർത്തനമാണ്. അവിടെ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്, ആരുടെയെങ്കിലും നേതൃത്വം ആവശ്യമാണ്. മറ്റുള്ളവരും എല്ലാവരും ഒരു ടീമായിട്ട് അവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതും നമുക്ക് നിയന്ത്രതാൽസിൽ കാണാൻ സാധിക്കും. ഇതിലെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സവിശേഷമായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ വേണം, കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് വേണം. നിയന്ത്രതാൽ ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് വലിയ അറിവുകളൊന്നുമില്ല. അവര് എഴുതി വച്ചിട്ടതായി പറയപ്പെടുന്ന ചില കാര്യങ്ങളെ നമ്മൾ സംശയിക്കുന്നു. ചില മാർക്കിങ്സ് നിയന്ത്രതാൽസിൻ്റെതാണെന്നും അത് എന്തോ രീതിയിൽ എന്തോ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ഒരു ലിപി ആയിരിക്കാം, ഒരു പ്രാചീന ലിപി ആയിരിക്കാം എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ സമൂഹമായിട്ട് ജീവിച്ചിരുന്നു, കൂട്ടത്തോടെ വേട്ടയാടിയിരുന്നു, കടൽ മാർഗം സഞ്ചരിച്ചു ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു കോംപ്ലക്സ് ലാംഗ്വേജ് ഇല്ലാതെ ഇത് നിർവഹിക്കാൻ സാധിക്കില്ല. നിയന്ത്രതാലിൻ്റെ ഒരു അനോട്ടമിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സാധാരണ മനുഷ്യരെ, ഇന്നത്തെ ഹോമോസേപ്പിയൻസിനെ പോലെ തന്നെ സംസാരിക്കാൻ ശേഷിയുള്ള വോക്കൽ ട്രാക്ട്സും മറ്റും നിയന്ത്രതാൽസിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിയന്ത്രതാൽസ് മനുഷ്യ സമൂഹങ്ങളെ പോലെ തന്നെ തീ ഉപയോഗിച്ചിരുന്നു.
ചൂടിന് വേണ്ടി മാത്രമല്ല, ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയും തീ ഉപയോഗിച്ചതായിട്ട് നമുക്കിന്ന് തെളിവുകൾ കിട്ടുന്നുണ്ട്. ഭക്ഷണം പാകം ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യ സമൂഹത്തെ പോലും ഇന്നത്തെ രീതിയിൽ വികസിപ്പിച്ചെടുത്തു കൊണ്ടുവന്നത് ഭക്ഷണത്തോടുള്ള ഒരു പ്രത്യേക പ്രതിബദ്ധതയാണെന്നും, അത് ഭക്ഷണം എങ്ങനെ പാകം ചെയ്യണം, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ കഴിക്കുകയല്ല, അതിനെ പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ള പ്രക്രിയ, അത് ഹോമോസേപ്പിയൻസിന്റെ ഒരു പ്രത്യേക കഴിവായിട്ട് നമ്മൾ പലപ്പോഴും കരുതാറുണ്ട്. പക്ഷെ നമുക്ക് കാണുന്നത് നിയന്ത്രതാൽസിനും അതുപോലുള്ള ഒരു പെരുമാറ്റ രീതിയായിരുന്നു എന്നുള്ളതാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ അതിശയിപ്പിക്കുന്നത് ഹോമോസേപ്പിയൻസിനേക്കാളും കുറച്ച് വലിപ്പം കൂടിയതായിരുന്നു നിയന്ത്രതാൽസിന്റെ ബ്രെയിൻ എന്നുള്ളത്. മസ്തിഷ്കം എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതായിരുന്നു. കുറച്ചൊരു ഇന്നത്തെ ഒരു ആവറേജ് മനുഷ്യനേക്കാളും കുറച്ചുകൂടെ ഒരു 100 ഗ്രാം 150 ഗ്രാം കൂടുതലായിരുന്നു ഒരു ആവറേജ് നിയന്ത്രതാലിന്റെ ബ്രെയിൻ സൈസ് എന്ന് പറയുന്നത്. ഇതിന്റെ ജെനറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, 3 നിയന്ത്രതാലിന്റെ 3 ജിനോംസ് മാത്രമേ, 3 വ്യക്തികളുടെ ജെനറ്റിക്സ് മാത്രമേ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് കിട്ടാൻ സാധിച്ചിട്ടുള്ളൂ. അത് വച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് മനുഷ്യരിൽ എത്രമാത്രം നിയന്ത്രതാൽസിന്റെ ജനറ്റിക് കോഡുകൾ അസിമുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ 2-3% നമ്മുടെ ജീൻസിൽ നമുക്കുള്ളത് നിയന്ത്രതാൽസിൽ നിന്ന് നമ്മൾ കൈപ്പറ്റിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അങ്ങനെ ആ രീതിയിൽ മനുഷ്യരും ഹോമോസേപ്പിയൻസും നിയന്ത്രതാൽസും തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്തിരുന്നു. അവർ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു, സെക്ഷുവലി ബന്ധപ്പെട്ടിരുന്നു. അതിൽ നിന്നുള്ള ഓഫ്സ്പ്രിങ്സ് സ്റ്റെറൈൽ അല്ല, അതും ഫെർട്ടൈൽ ആയിട്ടുണ്ടായിരുന്നു. മനുഷ്യരിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിയന്ത്രതാൽസ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഏതാണ്ട് 40,000-50,000 വർഷങ്ങൾക്ക് മുമ്പുള്ള തെളിവുകളാണ് കൂടുതലായിട്ടുള്ളത് ഈ ഒരു ബന്ധപ്പെടലിന്റെ. ആ ഒരു സമയത്ത് ഏതാണ്ട് മനുഷ്യരിൽ 5% നിയന്ത്രതാലിന്റെ ജീൻസാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. 5% ജീൻസ് എന്ന് പറയുന്നത് നമ്മുടെ പാരൻസിൽ 20 പേരിൽ ഒരാൾ നിയന്ത്രതാലായിരിക്കും. 20 നമ്മുടെ പാരൻസ്, ഗ്രാൻഡ് പാരൻസിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ 20 പേരുടെ ഒരു കൂട്ടത്തിൽ ഒരാൾ നിയന്ത്രതാലായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ഗണിക്കേണ്ടി വരും. അപ്പോൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരല്ല, ഇന്റർബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടമാണ് നിയന്ത്രതാൽസ് എന്ന് പറയും. നമുക്ക് നമ്മുടെ ജീൻസ്, അതായത് ഹ്യൂമൻ ജീൻസ് എത്രമാത്രം നിയന്ത്രതാൽസിലേക്ക് പോയിട്ടുള്ള എന്ന പഠനം നമുക്കിന്നും വളരെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം നമുക്ക് 3 വ്യക്തികളുടെ ജീനോം മാത്രമാണ് വളരെ നല്ല ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുള്ളത്. മറ്റു പല ഇതും ഫ്രാഗ്മെന്ററി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കിട്ടിയിട്ടുള്ള നിയന്ത്രതാൽ ജീൻസ് വെച്ച് നോക്കുമ്പോൾ പോലും ഇവര് ഒരു പ്രാവശ്യമല്ല, ഒരു പ്രത്യേക കാലഘട്ടത്തിലല്ല ഇന്റർബ്രീഡ് ചെയ്തിട്ടുള്ളത്. പല കാലഘട്ടത്തിലും, അത് 1.5 ലക്ഷം വർഷം 2 ലക്ഷം വർഷങ്ങൾക്ക് തുടങ്ങി ഈ അടുത്ത 30,000 വർഷം വരെയുള്ള പല കാലഘട്ടങ്ങളിലും മനുഷ്യരും നിയന്ത്രതാൽസുമായിട്ട് ഇന്റർബ്രീഡിങ് സംഭവിച്ചിട്ടുണ്ട്. അതൊരു കോൺസ്റ്റന്റ് ഇതല്ല. പല കാലഘട്ടങ്ങളിൽ എപ്പിസോഡിക്കലായി ആയിട്ടാണ് മനുഷ്യരും നിയന്ത്രതാൽസും കണ്ടുമുട്ടുന്നതും അവര് പിന്നീട് ബന്ധപ്പെടുന്നതും. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിയന്ത്രതാൽസ് എന്ന് പറയുന്നത് മനുഷ്യരെക്കാളും ചെറിയ ഒരു, അതായത് ഹോമോസേപ്പിയൻസിനെക്കാളും ചെറിയൊരു സമൂഹമായിരുന്നു. ഇന്ന് നമ്മൾ കണക്കാക്കുന്നത് പണ്ട് നിയന്ത്രതാൽസിന് കൊടുത്തിരുന്ന ഒരു പോപ്പുലേഷൻ സൈസ് ഇല്ല, വളരെ അതിൽ നിന്നും ഒരു 10-20% കുറഞ്ഞ ഒരു സൈസാണ് നിയന്ത്രതാൽസിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് നിയന്ത്രതാൽസ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ആൾക്കാരായിരുന്നില്ല എന്നും, അതുകൊണ്ട് തന്നെ ഈ ബന്ധപ്പെടലുകൾ പലപ്പോഴും യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുമ്പോഴാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പഴയ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വാനരന്മാര് ആരായിരുന്നു, നിയന്ത്രതാൽസ് ആരായിരുന്നു? വാനരന്മാര് ഒരു ഭാവനയായിട്ട് എടുത്താലും നമുക്ക് അതിശയിപ്പിക്കുന്ന സാദൃശ്യം നിയന്ത്രതാൽസുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രാമായണത്തിന് ഈ വാനരന്മാര് എവിടെ പോയി എന്ന് പിന്നീട് പറയുന്നില്ല, രാമായണങ്ങളിലോ പുരാണങ്ങളിലോ. ഇവർക്ക് എന്ത് പറ്റി? ഹനുമാൻ ചിരഞ്ജീവിയായിരുന്നു. ഹനുമാൻ ആ രീതിയിൽ ചില പിന്നീടുള്ള പുരാണങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും വാനരന്മാര് പിന്നീട് അപ്രത്യക്ഷമാവുകയാണ്. പിന്നീട് നമ്മൾ വാനരന്മാരെ കണ്ടുമുട്ടുന്നില്ല. വളരെ വികസിതമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് നിൽക്കുന്നവര് പെട്ടെന്ന് ഇല്ലാതായിത്തീരുന്നത് എങ്ങനെയാണ്? അവര് എക്സ്റ്റെൻഡ് ആയി പോയതാണോ? അവരെ ആരെങ്കിലും
ജിനോസൈഡ് ചെയ്ത് മനുഷ്യർ ആക്രമിച്ച് ഇല്ലാതാക്കിയതാണോ എന്നുള്ളതിനെക്കുറിച്ച് വിവരണങ്ങളില്ല. നമ്മൾ നിയാന്ത്രതാലിനെ കുറിച്ച് പറയുമ്പോഴും 30,000 വർഷത്തിന് ശേഷം നമ്മൾ അവരെ കാണുന്നില്ല. അവരെ ഹോമോസേപ്പിയൻസ് കൊന്നെടുക്കിയതാണ് എന്ന് നമ്മൾ ഒരു ഹാസ്റ്റി കൺക്ലൂഷനിലേക്ക്, ഒരു പെട്ടെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്നുണ്ടെങ്കിലും അതിന് തെളിവുകളൊന്നുമില്ല. നമ്മൾ നിയന്ത്രതാൽസിനെ ആക്രമിക്കുകയും അവരെ കൂട്ടത്തോടെ ജനോസൈഡ് നടത്തിയതായിട്ട് നമുക്ക് തെളിവുകളൊന്നും, ടാൻജിബിൾ ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല. നമുക്ക് ഒരു അസംഷനായിട്ട് മാത്രമേ വയ്ക്കാവൂ. അവരേതെങ്കിലും രീതിയിൽ എവല്യൂഷണറി പ്രഷർ കൊണ്ട് ഇല്ലാതായി പോയി കാണും എന്നാണ് ഇന്ന് കരുതുന്നത്. പക്ഷേ ഇന്നത്തെ ജനറ്റിക് സ്റ്റഡീസ് പറയുന്നത് അവരെ നിയന്ത്രതാൽസ് എക്സ്റ്റെൻഡ് ആയി പോകുന്നതല്ല. നിയന്ത്രതാൽസ് വളരെ ചെറിയ ഒരു സമൂഹമായിരുന്നു, ഒരു ചെറിയ പോപ്പുലേഷൻ ആയിരുന്നു. ആ പോപ്പുലേഷനെ ഹോമോസേപ്പിയൻസ് അസിമുലേറ്റ് ചെയ്യുകയാണ്. ഹോമോസേപ്പിയൻസുമായിട്ട് അതിൽ ചേർന്ന് ഹോമോസേപ്പിയൻസിൽ ഇഴകിച്ചേരുകയാണ്. നിയന്ത്രതാലിൻ്റെ ആ ബലിഷ്ഠമായിട്ടുള്ള ഫിസിക്ക് ഒരുപക്ഷെ ഇന്നും നമുക്ക് കിട്ടാം, ചിലർക്കൊക്കെ ഉണ്ട്. അവരുടേതായിട്ടുള്ള ജനറ്റിക്കലായിട്ടുള്ള ചില നല്ല കാര്യങ്ങൾ ഇന്ന് മനുഷ്യർക്കുണ്ട്. നമുക്കുള്ള പല രോഗങ്ങളും നിയന്ത്രതാൽസിൻ്റെ ജീൻസിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെ കരുതാം. അങ്ങനെ നിയന്ത്രതാൽസും ഹോമോസേപ്പിയൻസും ഒന്നാകുകയാണ്. എന്ന് മാത്രമല്ല, ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വാസ്തവത്തിൽ നിയന്ത്രതാൽസിനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പീഷ്യസ് ആയിട്ട് അടയാളപ്പെടുത്തുന്നത് തന്നെ തെറ്റാണ്. ഹോമോസേപ്പിയൻസിന്റെ ഒരു സബ് സ്പീഷ്യസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഹോമോസേപ്പിയൻസ് നിയന്ത്രതാൽസിസ് എന്നുള്ള നാമധേയത്തിൽ ഒരു സബ് സ്പീഷ്യസ് ആയിട്ട് എടുക്കണം. അത് പിന്നീട് ഹോമോസേപ്പിയൻസുമായിട്ട് മർജ് ചെയ്യുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് പലപ്പോഴും പലരും ചൂണ്ടിക്കാട്ടുന്നത്. രാമായണത്തിൽ പറയുന്നത് ഒരു കഥയാണെങ്കിൽ ആ കഥയും നമ്മുടെ ജീവിത യാഥാർത്ഥ്യവുമായിട്ട് എവിടെയൊക്കെയോ പൊരുത്തപ്പെടുന്നു. നമ്മുടെ പൊതുസ്മൃതികളിൽ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ബലിഷ്ഠരായിട്ടുള്ള, ബുദ്ധിമാന്മാരായിട്ടുള്ള, നല്ല ഭാഷ സംസാരിക്കുന്ന, നല്ല ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന ഏതോ ജനസമൂഹങ്ങളെക്കുറിച്ച് നമുക്ക് എവിടെയോ ഓർമ്മകളുണ്ടായിരിക്കാം. ആ ഓർമ്മകളായിരിക്കാം രാമായണത്തിൽ വാനരന്മാരെന്നുള്ള പേരിൽ നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന കൂട്ടം എന്ന് നമുക്കൊരു ചിന്തയായിട്ടെടുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ തെളിവുകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് എക്സാമിൻ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു.